Dear students, +1 Economics, Indian Economic Development, Chapter 2. അതിൽ ഇന്ത്യ 1950 to 1990 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ട്രേഡ് പോളിസി, ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ ഇന്ത്യയുടെ ട്രേഡ് പോളിസി എന്തായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. The industrial policy that India adopted was closely related to the trade policy. In the first 5-year plans, trade was characterized by what is commonly called an inward-looking trade strategy. Technically, this strategy is called import substitution. അപ്പോൾ നമ്മൾ ആ ആദ്യ കാലഘട്ടത്തിൽ 1950 തൊട്ടിട്ട് 1990 വരെ നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, വ്യാപാര നയം. നമ്മുടെ വ്യാപാര നയം എന്താണെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ അന്ന് നമ്മൾ നടപ്പാക്കിയിരുന്ന വ്യവസായ നയത്തോട് വളരെയധികം ബന്ധമുള്ളതായിരുന്നു. ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതി കാലത്തും നമ്മളുടെ ഈ ട്രേഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി, അതായത് ഇന്ത്യയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടുള്ള ഒരു ട്രേഡ് സ്ട്രാറ്റജിയാണ്. ഇതിനെ നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. മലയാളത്തിൽ ഇത് ഇറക്കുമതി ബദൽ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ പേര് ഓർത്ത് വയ്ക്കുക കേട്ടോ. നമ്മുടെ ട്രേഡ് പോളിസി എന്തിനെ ബേസ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ വേർഡിൻ്റെ മീനിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇറക്കുമതിയെ പരമാവധി കുറച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരമുള്ള വസ്തുക്കൾ ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ളതായിരുന്നു രാജ്യത്തിൻ്റെ ശ്രമം. അത്തരത്തിലുള്ളൊരു പോളിസി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഏത് കാലഘട്ടത്തിൽ? 1950 മുതൽ 1990 വരെ ഫസ്റ്റ് 7 പ്ലാൻസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ദിസ് പോളിസി എയിംഡ് അറ്റ് റീപ്ലേസിംഗ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പോർട്ടിംഗ് വെഹിക്കിൾസ് മെയ്ഡ് ഇൻ എ ഫോറിൻ കൺട്രി, ഇൻഡസ്ട്രീസ് വുഡ് ബി എൻകറേജ്ഡ് ടു പ്രൊഡ്യൂസ് ദം ഇൻ ഇന്ത്യ ഇറ്റ്സെൽഫ്. ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ട്രേഡ് പോളിസിയിൽ അതെന്താണെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതൊരു മാർക്കറ്റായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്താണ്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് റിപ്ലേസിങ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിലൂടെ നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കൂടുതലായും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഇറക്കുമതി പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് അവർ പറയുന്നത്, നമ്മൾ വെഹിക്കിൾസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ വാഹനങ്ങളും കാറുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം, ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അത്തരം വസ്തുക്കൾ എവിടെ തന്നെ ഉണ്ടാക്കുക, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഇൻ ദിസ് പോളിസി ദ ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. പ്രൊട്ടക്ഷൻ ഫ്രം ഇമ്പോർട്ട്സ് took 2 forms, താരിഫ്സ് ആൻഡ് ക്വാട്ടാസ്. അപ്പോൾ ഈ നമ്മുടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ട്രേഡ് പോളിസി ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനത്തെ, ആഭ്യന്തര വ്യവസായത്തെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തു, സംരക്ഷിച്ചു. അതെങ്ങനെയാണ് സംരക്ഷിച്ചത്? 2 മെത്തേഡിലൂടെയാണ്, 2 ഫോംസ് ആണ്. അതിലൊന്ന് എന്താ പറയുന്നത്, താരിഫ് എന്നാണ്. മറ്റേതിൻ്റെ പേരെന്താ, ക്വാട്ട. താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താരിഫ്സ് ആർ എ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇറക്കുമതി വസ്തുക്കളുടെ മേലെയുള്ള ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, നമ്മൾ കാറ് ഫോറിൻ കൺട്രിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ജപ്പാൻ നിർമ്മിതമായിട്ടുള്ളൊരു കാറ് വാങ്ങുമ്പം അതിൻ്റെ മേലെ ഇവിടെ പരമാവധി ടാക്സ് താരിഫ് ചുമത്തും. അപ്പോൾ അതിൻ്റെ വില എന്താവും, വർദ്ധിക്കും. അപ്പം ആ വില വർദ്ധിച്ച ആ വില വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാറുകൾ വാങ്ങാൻ തുടങ്ങും. അങ്ങനെ
അങ്ങനെയാണ് താരിഫിലൂടെ നമ്മുടെ ഇവിടെയുള്ള വ്യവസായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ താരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. എന്തിനാണ്? ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മേലുള്ള ടാക്സ് ആണ്. അപ്പോൾ ആ താരിഫ് കൂടുന്നതിനനുസരിച്ച് ആ സാധനത്തിൻ്റെ വില എന്താവും? വർദ്ധിക്കും. വില കൂടുമ്പോൾ ആൾക്കാർ ആ വില കൂടിയ വസ്തു വാങ്ങാതെ ഇവിടെ നമുക്ക് വേറെ ഇന്ത്യൻ നിർമ്മിതമായ വില കുറഞ്ഞ വസ്തു ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടിനെ തടസ്സപ്പെടുത്തും. ഓക്കെ, കോട്ടാസ് രണ്ടാമത്തെ സാധനമാണ് കോട്ട. താരിഫ് നമ്മൾ പറഞ്ഞു. ഇനി കോട്ട എന്താണെന്ന്? കോട്ടാസ് സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. അതായത് കോട്ടയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഗവൺമെൻറ് ഒരു അളവ് വയ്ക്കും. ഇന്ന ഐറ്റം നിശ്ചിത എമൗണ്ട് മാത്രമേ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും എന്തിന് ഒരു തടസ്സമാണ്? ഇറക്കുമതി ധാരാളമായിട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സമാണ്. ഓക്കെ, ദ ഇഫക്റ്റ് ഓഫ് താരിഫ്സ് ആൻഡ് ക്വാട്ടാസ് ഇസ് ദാറ്റ് ദേ റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട്സ് ആൻഡ് ദെർഫോർ പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഫേംസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. ഈ താരിഫും കോട്ടയും ഏർപ്പെടുത്തിയതിലൂടെ നമ്മുടെ ഗവൺമെൻറ് എന്തിനെ നിയന്ത്രിച്ചു? ഇറക്കുമതിയെ, ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. അത് ആ ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്തതിലൂടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഫേംസിനെ അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനത്തെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും, ഫോറിൻ കമ്പനികളുമായുള്ള കോമ്പറ്റീഷനിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം എന്താണ്? നമ്മൾ വളരെ വർഷക്കാലം യാതൊരു ഇൻഡസ്ട്രിയലൈസേഷനും ഇല്ലാതെ 100-200 വർഷക്കാലം കഴിഞ്ഞ് നമ്മൾ 1947 സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അങ്ങനെ 1947 സ്വാതന്ത്ര്യം കിട്ടി ഇവിടെ ഒരു ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടായി വരുമ്പം എന്തായാലും നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങൾക്ക് കുറച്ച് വില കൂടുതലായിരിക്കും. കാരണം നമ്മൾ അതിങ്ങനെ പഠിച്ച് പുതിയ ടെക്നോളജിക്ക് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ മികച്ച ഫോറിൻ ഗുഡ്സ് ഇവിടെ ചീപ്പായിട്ട് അവൈലബിൾ ആവാൻ തുടങ്ങിയാൽ എന്താ ഉണ്ടാവുക? ആൾക്കാർ മുഴുവൻ എന്ത് വാങ്ങാൻ തുടങ്ങും? ഫോറിൻ ഗുഡ്സ് വാങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താരിഫും കോട്ടയും ഏർപ്പെടുത്തിയത്. അപ്പോൾ താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ മേലെയുള്ള ടാക്സിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി. കോട്ട സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്ന ഗുഡ്സിൻ്റെ അളവിനെ നിയന്ത്രിക്കുക. അതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നയത്തിലൂടെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും വിദേശ കമ്പനികളുമായുള്ള ഇടമത്സരത്തിൽ നിന്നും നമ്മുടെ ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദ പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ വാസ് ബേസ്ഡ് ഓൺ ദ നോഷൻ ദാറ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് were not in a position to compete against the goods produced by more developed economies. ഞാൻ പറഞ്ഞു നേരത്തെ, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയുടെ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടത്തുന്ന കൺട്രീസിൻ്റെ വ്യവസായശാലകളുമായിട്ട് മത്സരിക്കാൻ ഈ അടുത്ത കാലത്ത് സ്വതന്ത്രമായ വികസിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വികസ്വരമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തിനാണ് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉത്തരം എഴുതാം. ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് ഇഫ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് വെർ പ്രൊട്ടക്റ്റഡ് ദേ വുഡ് ലേൺ ടു കമ്പീറ്റ് ഇൻ കോഴ്സ് ഓഫ് ടൈം. അപ്പം നമ്മൾ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ പതുക്കെ നമ്മുടെ ഇൻഡസ്ട്രീസും അത് പഠിച്ച് നമ്മുടെ പുതിയ ടെക്നോളജിയൊക്കെ വികസിച്ച് നമ്മളും നല്ല മെച്ചപ്പെട്ടതായി മാറുകയും ഫോറിൻ ഇൻഡസ്ട്രീസുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ മത്സരിക്കാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചിന്തിച്ചത്. അവർ പ്ലാനേഴ്സ് ഓൾസോ ഫിയർഡ് ദ പോസിബിലിറ്റി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ബീങ് സ്പെൻഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ലക്ഷറി ഗുഡ്സ് ഇഫ് നോ റെസ്ട്രിക്ഷൻസ് വർ പ്ലേസ്ഡ് ഓൺ ഇമ്പോർട്ട്സ്. അപ്പം നമ്മുടെ പ്ലാനേഴ്സ്, നമ്മുടെ പദ്ധതികളൊക്കെ രൂപവൽക്കരിക്കുന്ന ആളുകൾ അവർക്ക് മറ്റൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. എന്താണ് ആ മറ്റൊരു പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഫോറിൻ ഗുഡ്സ് ധാരാളമായിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മുഴുവൻ എങ്ങോട്ടേക്ക് ഒഴുകിപ്പോവും. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം മുഴുവൻ എങ്ങോട്ടേക്ക് ഒഴുകിപ്പോവും? ഫോറിൻ കൺട്രിയിലേക്ക്. നമ്മൾ ലക്ഷറി ഗുഡ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഫോറിൻ കൺട്രിയിലേക്ക് ഒഴുകിപ്പോവും എന്നുള്ളൊരു ഭയം കൂടി നമ്മുടെ പ്ലാൻ
മാനേഴ്സിനുണ്ടായിരുന്നു ഈ ഒരു ട്രേഡ് പോളിസി നടപ്പാക്കുമ്പോൾ. നോർ വാസ് എനി സീരിയസ് തോട്ട് ഗിവൺ ടു പ്രൊമോട്ട് എക്സ്പോർട്സ് അണ്ടിൽ ദ മിഡ് 1980s. ഏകദേശം 1980കളുടെ ഒരു പകുതി ആവുന്നത് വരെ നമ്മുടെ എക്സ്പോർട്ട് കാര്യമായി വികസിപ്പിക്കാൻ, എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കയറ്റുമതി, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുക, അത് വികസിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ചിന്തകളും പദ്ധതികളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ട്രേഡ് പോളിസിയാണ് പറഞ്ഞത്. നമ്മുടെ ഏത് കാലഘട്ടത്തിലുള്ള 1950 തൊട്ടിട്ട് 1990 വരെയുള്ള കാലഘട്ടത്തെ ഇന്ത്യയിലെ ട്രേഡ് പോളിസി അഥവാ വ്യാപാര നയം എന്തിൻ്റെ ബേസിസിലായിരുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഇറക്കുമതി ബദൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ എന്താണ് ഇറക്കുമതി ബദൽ എന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് ഇവിടേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരമായുള്ള വസ്തുക്കൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യുക എന്നതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് അവയെ സംരക്ഷിക്കുന്നത്? രണ്ട് പോളിസിയാണ് നടപ്പിലാക്കിയത്. ഒന്ന് താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മേലെയുള്ള ടാക്സ്. കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ടാമത്തെ കോട്ട എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന എത്ര വസ്തുക്കളുടെ അളവ് നിശ്ചയിക്കുക, അതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. ഈ രണ്ട് ഇതിലൂടെയാണ്, എന്താ പറയുക, ഇൻസ്ട്രുമെൻറ്റിലൂടെയാണ്, ഉപകരണങ്ങളിലൂടെയാണ് നമ്മുടെ ഇവിടുത്തെ ഇമ്പോർട്ട് ഗവൺമെൻറ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ അവിടെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് കുറയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടുത്തെ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? വികസ്വരമായിട്ടുള്ള, അല്ലെങ്കിൽ 1947 മാത്രം സ്വാതന്ത്ര്യം ലഭിച്ച വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യത്തിന് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഫോറിൻ കൺട്രീസുമായി മത്സരിച്ച്, അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളുമായി മത്സരിച്ച് മുന്നിലെത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ സ്വീകരിച്ചത്. പിന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ സ്വീകരിക്കാനുള്ള മറ്റൊരു കാരണം, ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും വിദേശ നിർമ്മിതമായ ലക്ഷറി ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേ പൈസ ചിലവാക്കിയാൽ ഇവിടെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മുഴുവൻ മറ്റു രാജ്യങ്ങളിലേക്ക് ഒഴുകിപ്പോകുമെന്ന ഭയം മൂലവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.